ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് മാനേജീരിയൽ എക്കണോമിക്സ് എന്ന സബ്ജക്റ്റാണ്. കേരള യൂണിവേഴ്സിറ്റി ബികോം ഫസ്റ്റ് സെമസ്റ്ററിലെ ഒരു സബ്ജക്റ്റാണ് മാനേജീരിയൽ എക്കണോമിക്സ്. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഡോക്ടർ KGC നായർ, ഡോക്ടർ KI ജോർജി, ഡോക്ടർ യോഹന്നാൻ വർഗീസ് ഇവരുടെ ഈ ഒരു ടെക്സ്റ്റാണ് ഞാനിവിടെ റെഫർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഫസ്റ്റ് ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ ചാപ്റ്ററാണ്. നോർമലി എല്ലാ സബ്ജക്ട്സിലും ആദ്യം ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ ആയിരിക്കും ഉണ്ടായിരിക്കുക. ഈ ഒരു ചാപ്റ്ററിനകത്ത് ഈ ഒരു സബ്ജക്റ്റിനെ കുറിച്ചിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും പറയുന്നത്. ആ ചാപ്റ്ററിനെ കുറിച്ചുള്ള ഒരു ബേസിക് ഐഡിയ തരുന്ന ഒരു ചാപ്റ്ററാണ്. എന്താണ് എക്കണോമിക്സ്? എക്കണോമിക്സ് ഈസ് എ സോഷ്യൽ സയൻസ്. ഇറ്റ് ഈസ് എ സ്റ്റഡി ഓഫ് പ്രിൻസിപ്പിൾസ് വിച്ച് ഗവേൺ ദി ഫങ്ഷനിങ് ഓഫ് ദി എക്കണോമി ആൻഡ് ഇറ്റ്സ് വേരിയസ് കോമ്പണൻസ്. എക്കണോമിക്സ് ഒരു സോഷ്യൽ സയൻസ് ആണെന്നാണ് പറയുന്നത്. ഇത് ഒരു എക്കണോമിക്ക് ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. ആ ഫങ്ഷൻസിനെ നയിക്കുന്ന കുറേയധികം പ്രിൻസിപ്പിൾസ് ഉണ്ട്. ആ പ്രിൻസിപ്പിൾസിനെ പറ്റിയും അതുപോലെ തന്നെ ഒരു എക്കണോമിയിൽ വേരിയസ് കോമ്പണൻസ്, ഒരുപാട് കോമ്പണൻസ് ഉണ്ട്. ആ കോമ്പണൻസിനെയും പറ്റിയിട്ടുള്ളൊരു സ്റ്റഡിയാണ് എക്കണോമിക്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ഈ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ട സെൻറ്റൻസ് ആണത്. ഇപ്പോൾ ഒരു മാർക്കിന് എക്കണോമിക്സ് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു ഞാൻ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന പോർഷൻ എഴുതാം. പിന്നെ നിങ്ങൾക്ക് കുറച്ചും കൂടി ആഡ് ഓൺ ചെയ്ത് എഴുതണമെങ്കിൽ നിങ്ങൾക്ക് വായിച്ച് നോക്കിയിട്ട് നിങ്ങളുടെ മനസ്സിൽ കിട്ടുന്ന ഐഡിയാസ് വെച്ചിട്ട് നിങ്ങൾക്കത് എഴുതാം. മെയിനായിട്ട് ഞാൻ ഈ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഓക്കെ. Credit goes to the ancient Greeks in the developing the term economics from the word oikonomia, which means household management. ഓക്കെ, ഈ ഒരു oikonomia എന്നൊരു പേരും കൂടെ നോക്കി വെച്ചോളൂ. കാരണം ഈ എക്കണോമിക്സ് എന്നൊരു വേർഡ് ഡിറൈവ് ചെയ്തത് ഒരു ഗ്രീക്ക് വേർഡിൽ നിന്നാണ്. oikonomia എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു oikonomia എന്നുള്ളൊരു വേർഡ് നോക്കി വെച്ചേക്കാം. ദാറ്റ്സ് ഇറ്റ്. അടുത്തത് ഡെഫിനിഷൻസ് ഓഫ് എക്കണോമിക്സ് ആണ്. ഇതിലാദ്യം വെൽത്ത് ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. ആദം സ്മിത്ത്, ദി ഫാദർ ഓഫ് എക്കണോമിക്സ്, ഡിഫൈൻഡ് എക്കണോമിക്സ് ആസ് എ സയൻസ് ഓഫ് വെൽത്ത്. അപ്പോൾ എക്കണോമിക്സിൻ്റെ ഫാദർ ആരാണ്? ആദം സ്മിത്ത്. അദ്ദേഹം കൊണ്ടുവന്നൊരു ഡെഫിനിഷനാണിത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എക്കണോമിക്സ് എന്ന് പറയുന്നത് വെൽത്തിൻ്റെ ഒരു ശാസ്ത്രമാണെന്നാണ്. എക്കണോമിക്സ് വാസ് റിഗാർഡഡ് ആസ് എ സയൻസ് വിച്ച് സ്റ്റഡീഡ് ദ പ്രൊഡക്ഷൻ ആൻഡ് കൺസംഷൻ ഓഫ് വെൽത്ത്. ആ വെൽത്തിൻ്റെ പ്രൊഡക്ഷനെയും കൺസംഷനെയും കുറിച്ചുള്ളൊരു സ്റ്റഡിയാണ് എക്കണോമിക്സ് എന്നാണ് ഫാദർ ഓഫ് എക്കണോമിക്സ് ആയ ആര് പറയുന്നത്? ആദം സ്മിത്ത് വെൽത്ത് ഡെഫിനിഷനിലൂടെ കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നീട് പറഞ്ഞിരിക്കുന്നത് ഒരു വെൽഫെയർ ഡെഫിനിഷനാണ്. പ്രൊഫസർ ആൽഫ്രഡ് മാർഷൽ, ദ നിയോ ക്ലാസിക്കൽ എക്കണോമിസ്റ്റ്, ഡിഫൈൻഡ് എക്കണോമിക്സ് ആസ് ദ സ്റ്റഡി ഓഫ് മാൻ കൈൻഡ് ഇൻ ദ ഓർഡിനറി ബിസിനസ് ഓഫ് ലൈഫ്. ഇറ്റ് എക്സാമിൻസ് ദാറ്റ് പാർട്ട് ഓഫ് ദി ഇൻഡിവിജ്വൽ ആൻഡ് സോഷ്യൽ ആക്ഷൻ വിച്ച് ഇസ് മോസ്റ്റ് ക്ലോസ്ലി കണക്റ്റഡ് വിത്ത് ദി അറ്റൈൻമെൻറ്റ് ആൻഡ് ദി യൂസ് ഓഫ് മെറ്റീരിയൽ റിക്വസിറ്റ്സ് ഓഫ് വെൽബീങ്. അപ്പോൾ പ്രൊഫസർ ആൽഫ്രഡ് മാർഷൽ കൊണ്ടുവന്ന ഒരു ഡെഫിനിഷനാണ് ഈ വെൽഫെയർ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരുടെ ഓരോ സോഷ്യൽ ആക്ഷൻസ്, ഓരോ ഇൻഡിവിജ്വൽസിൻ്റെയും സോഷ്യൽ ആക്ഷൻസ് അത് മൊത്തത്തിൽ എങ്ങനെ നമ്മുടെ എക്കോണമിനെ അഫക്റ്റ് ചെയ്യുന്നു, പിന്നെ നമ്മുടെ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയുള്ളൊരു സ്റ്റഡി ആണെന്നാണ് വെൽഫെയർ ഡെഫിനിഷനിലൂടെ ആൽഫ്രഡ് മാർഷൽ പറഞ്ഞിരിക്കുന്നത്. തേർഡ് വൺ, സ്കേഴ്സിറ്റി ഡെഫിനിഷൻ. Professor Lionel Robbins defined economics as a science which studies human behavior as a relationship between ends and scarce means which have alternative uses. അപ്പോൾ പ്രൊഫസർ ലിയോണൽ റോബിൻസ് ആണ് സ്കേഴ്സിറ്റി ഡെഫിനിഷൻ കൊണ്ടുവന്നിരിക്കുന്നത്. അതിൽ പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഹ്യൂമൻ ബീങ്സിന് ഒരുപാട് വാണ്ട്സ് ഉണ്ട്, അൺലിമിറ്റഡ് വാണ്ട്സ് ഉണ്ട്. പക്ഷേ നമ്മുടെ ആഗ്രഹങ്ങൾ കുറയുന്നില്ലല്ലോ, കൂടിയല്ലേ വരുന്നത്. അപ്പോൾ നമ്മുടെ ഈ ആഗ്രഹങ്ങൾ കൂടിക്കൊണ്ട് വരുന്നെന്ന് പറഞ്ഞിട്ട് നമ്മളുടെ ആഗ്രഹങ്ങളെല്ലാം സാറ്റിസ്ഫൈ ചെയ്യാനുള്ള റിസോഴ്സസ് ഇല്ല ആക്ച്വലി. അപ്പോൾ ഉള്ള റിസോഴ്സസ് പ്രൊഡക്റ്റീവായിട്ട് നല്ല രീതിയിൽ യൂസ് ചെയ്ത് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് സ്കേഴ്സിറ്റി ഡെഫിനിഷനിൽ പറയുന്നത്. അതായത് നമ്മുടെ കയ്യിലുള്ള റിസോഴ്സസ് വളരെ സ്കേഴ്സാണ്. അത് ഉള്ളതിനെ പ്രൊഡക്റ്റീവായിട്ട് നല്ല രീതിയിൽ യൂസ് ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളതിനാണ് സ്കേഴ്സിറ്റി ഡെഫിനിഷനിലൂടെ പ്രൊഫസർ ലിയോണൽ റോബിൻസ് പറഞ്ഞിരിക്കുന്നത്. ലാസ്റ്റ് വൺ, ഗ്രോത്ത് ഡെഫിനിഷൻ.
Professor Paul A. Samuelson has given a growth-oriented definition of economics. According to him, economics is the study of how men and society chose, with or without the use of money, to employ scarce productive resources which could have alternative uses, to produce various commodities over time and distribute them for consumption now and in future among various people and groups in society. അപ്പോൾ പോൾ എ സാമുവൽസൺ പറഞ്ഞിരിക്കുന്നത് എക്കണോമിക്സ് ഈ സൊസൈറ്റിയും ആൾക്കാരും എങ്ങനെയാണ് നമ്മുടെ കയ്യിലുള്ള സ്കേഴ്സ് റിസോഴ്സസിനെ, അതിന് ആൾട്ടർനേറ്റീവ് യൂസസ് ഉണ്ട്, പല യൂസസും ഉണ്ട്, നമുക്കത് എങ്ങനെ വേണമെങ്കിലും ഈ സ്കേഴ്സ് ആയിട്ടുള്ള റിസോഴ്സസിനെ യൂസ് ചെയ്യാം. അപ്പോൾ മണി ഉപയോഗിച്ചോ ഉപയോഗിക്കാതെയോ ഈ സ്കേഴ്സ് റിസോഴ്സസിനെ എങ്ങനെയാണ് അവർ പ്രൊഡക്റ്റീവായിട്ട് എത്രത്തോളം അവർ യൂസ് ചെയ്യുന്നു, നമ്മുടെ സൊസൈറ്റി എത്രത്തോളം യൂസ് ചെയ്യുന്നു, അത് കാരണം നമുക്ക് അതെങ്ങനെ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നു, അത് കാലം കഴിയും തോറും ഫ്യൂച്ചറിൽ അതെന്ത് കോൺട്രിബ്യൂഷൻ നൽകുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സ്റ്റഡീനെയാണ് ഗ്രോത്ത് ഡെഫിനിഷനിലൂടെ പറയുന്നത്. അതായത് നമുക്കിപ്പോൾ കയ്യിലുള്ള സ്കേഴ്സ് റിസോഴ്സസിനെ മണി ഉപയോഗിച്ചോ ഉപയോഗിക്കാതെയോ പ്രൊഡക്റ്റീവായിട്ട് ഈ ആൾക്കാർ എങ്ങനെ യൂസ് ചെയ്യുന്നു, ഫ്യൂച്ചറിൽ അത് നമുക്ക് ഗ്രോത്ത് ഉണ്ടാക്കുന്നോ ഇല്ലയോ, ഇതിനെക്കുറിച്ചുള്ള ഒരു സ്റ്റഡിയാണ് ഗ്രോത്ത് ഡെഫിനിഷനിലൂടെ പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഡെഫിനിഷൻസ് 4 അടുത്തത് യൂസസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് എക്കണോമിക്സ് ആണ്. ടു ഡീൽ വിത്ത് പ്രോബ്ലംസ് ഓഫ് ഇൻഡിവിജ്വൽസ് ആൻഡ് ഫാമിലീസ്. ഇൻഡിവിജ്വൽസും ഫാമിലീസും നേരിടുന്ന പ്രോബ്ലംസുമായിട്ട് ഒരു പരിധി വരെ എക്കണോമിക്സ് ഡീൽ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. എക്കണോമിക്സ് ഡീൽസ് വിത്ത് പ്രോബ്ലംസ് കണക്റ്റഡ് വിത്ത് ഇൻഡിവിജ്വൽസ് ആൻഡ് ഫാമിലീസ്. ഇറ്റ് സ്റ്റഡീസ് അബൌട്ട് ദ ടൈപ്സ് ഓഫ് ജോബ്സ് അവൈലബിൾ. എന്തൊക്കെ ടൈപ്സ് ജോബ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ളതിനെക്കുറിച്ചുള്ള സ്റ്റഡി അത് നടത്തുന്നുണ്ട്. ദ ലെവൽ ഓഫ് വേജസ് ഫോർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ജോബ്സ് ഇൻ ദി ഇൻഡസ്ട്രീസ്. വേജസിൻ്റെ ലെവൽസ്, ആ അവൈലബിൾ ആയിട്ടുള്ള ജോബിൻ്റെ വേജ് ലെവൽ സ്റ്റഡി ചെയ്യുന്നുണ്ട്. ദ എഫക്ട്സ് ഓഫ് റൈസ് ഇൻ പ്രൈസ് ഓൺ ദി സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഓഫ് പീപ്പിൾ. പ്രൈസ് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ജീവിത രീതി, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിനുണ്ടാവുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതിനെക്കുറിച്ചും സ്റ്റഡി നടത്തുന്നുണ്ട്. നെക്സ്റ്റ്, ടു സ്റ്റഡി പ്രോബ്ലംസ് ദാറ്റ് അഫക്റ്റ് ദി സൊസൈറ്റി ആൻഡ് സ്റ്റേറ്റ്സ്. എക്കണോമിക്സ് സ്റ്റഡീസ് ദോസ് പ്രോബ്ലംസ് ആൻഡ് ക്വസ്റ്റ്യൻസ് വിച്ച് അഫക്റ്റ് ദി സൊസൈറ്റി ആൻഡ് സ്റ്റേറ്റ് ആസ് എ ഹോൾ ആൻഡ് സജസ്റ്റ് സ്യൂട്ടബിൾ സൊല്യൂഷൻസ് ഫോർ ദം. അപ്പം എക്കണോമിക്സ് നമ്മുടെ ഈ സൊസൈറ്റിയും സ്റ്റേറ്റും നേരിടുന്ന പ്രോബ്ലംസ്, ആ പ്രോബ്ലംസ് എന്തൊക്കെയാണെന്നും അതുമൂലമുണ്ടാകുന്ന ക്വസ്റ്റ്യൻസ്, അതിനുള്ള സ്യൂട്ടബിൾ സൊല്യൂഷൻസും സജസ്റ്റ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ടു സ്റ്റഡി ദ ആക്ഷൻസ് ആൻഡ് ബിഹേവിയർ. എക്കണോമിക്സ് സ്റ്റഡീസ് ദി ആക്ഷൻസ് ആൻഡ് ബിഹേവിയർ ഓഫ് ബിസിനസ്മാൻ, ഇൻവെസ്റ്റേഴ്സ് ആൻഡ് സ്പെക്യുലേറ്റേഴ്സ് അണ്ടർ ഡിഫറെൻറ്റ് സർക്കംസ്റ്റാൻസസ്. പല സിറ്റുവേഷൻസിലും പല സിറ്റുവേഷൻസ് വരാമല്ലോ. അപ്പോൾ ഓരോ സിറ്റുവേഷൻസിലും നമ്മുടെ ഈ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ, അതുപോലെ തന്നെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാർ, പിന്നെ സ്പെക്യുലേറ്റേഴ്സ്, അതായത് ഈ ഊഹക്കച്ചവടം എന്നൊക്കെ പറയുമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്ന അവരുടെയൊക്കെ കുറിച്ച്, അവർക്ക് ഓരോ സിറ്റുവേഷൻസിലും അവർ എങ്ങനെയാണ് അവരുടെ ആക്ഷൻസും ബിഹേവിയറും ഒക്കെ വരുന്നത് എന്നുള്ള അതിനെക്കുറിച്ചുള്ളൊരു സ്റ്റഡിയും എക്കണോമിക്സ് നടത്തുന്നുണ്ട്. ടു സ്റ്റഡി ദ കോസസ് ഓഫ് പോവേർട്ടി ടു റിമൂവ് ഇറ്റ്. നമ്മുടെ ഈ രാജ്യത്ത് ഇപ്പോൾ കുറഞ്ഞു വരികയാണ്, ഇപ്പോൾ പോവേർട്ടി കുറഞ്ഞു വരികയാണ്. എങ്കിൽ പോലും ആ പോവേർട്ടി ഉണ്ടാവാനുള്ള കാരണങ്ങളും അതുപോലെ തന്നെ അതിനെ റിമൂവ് ചെയ്യാനുള്ള എഫക്റ്റീവ് മെത്തേഡ്സും എക്കണോമിക്സ് സജസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള സ്റ്റഡിയും എക്കണോമിക്സ് നടത്തുന്നുണ്ട്. ടു സ്റ്റഡി ദി റീസൺസ് ഫോർ ഇനിക്വാളിറ്റീസ് ഇൻ ഇൻകം. നമ്മുടെ രാജ്യത്തിൽ ഇനിക്വാളിറ്റീസ് ഉണ്ട് ഇല്ലേ, ഇൻകത്തിൽ ഇനിക്വാളിറ്റീസ് ഇല്ലേ? എല്ലാവർക്കും ഒരേ ഇൻകം ആണോ? അല്ല, എല്ലാവരുടെയും സാമ്പത്തിക നില പലതാണ്. അപ്പോൾ അങ്ങനെ ഇനിക്വാളിറ്റീസ് വരാനുള്ള കാര്യം ഇൻകത്തിൽ മാത്രമല്ല, വെൽത്തിലും ഇൻകത്തിലും എന്തുകൊണ്ടാണ് അങ്ങനെ ഇനിക്വാളിറ്റീസ് വരുന്നത്, അതിനുള്ള കാരണങ്ങളും എക്കണോമിക്സ് എന്ന സ്റ്റഡിയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഇത്രയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.